നേരെ വിളിച്ചപ്പോ മോട്ടോർ സൈക്കിൾ എടുത്ത് ഇങ്ങനെ പറയാം. എവിടേക്കാ പോണെന്ന് അവനും അറിയില്ല. രാവിലെ തന്നെ വലിയേറിയല്ലോ. അവൻ വന്നില്ലേ? ലോക്കായി കാണും. എടാ ജോസഫേട്ടൻ കുരിശിന്റെ മുന്നിലെത്തിട്ടാ. ഇന്നത്തെ സുവിശേഷം എന്തുട്ടാണാവോ? ഇതെന്തുണ്ടെന്ന് എന്റെ മുമ്പിൽ നേർച്ചപ്പെട്ടി കുരിശെ കയറ്റാൻ നിനക്ക് വേണ്ടിട്ടാ, അതോ എന്നെ കുരിശെ തറച്ചോർക്കുള്ള കൂലിക്ക് വേണ്ടിട്ടാ? ഉത്തരമില്ല അല്ലേ? എന്ത് ചോദിച്ചാലും മിണ്ടാണ്ടൊരു ഒറ്റ നിൽപ്പ. എന്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് വരെ ഞാനിത് ചോദിച്ചോണ്ടിരിക്കൂട്ടാ. എപ്പോഴും ഇതന്നെ ചോദിച്ചോണ്ടിരിക്കും. ഫുഡ് അടിക്കാൻ ജോസഫേട്ട ഒരു 10 രൂപ എടുക്കുന്നുണ്ട് കേട്ടാ. ചോദിക്കാണ്ടിയും പറയാണ്ടിയും മറ്റുള്ളവരുടെ കാശ് എടുക്കുന്ന ഏർപ്പാട് ജോസഫേട്ടനില്ല. മുഴുവൻ കിട്ടിയില്ല, കവറിങ് ഒരു ചായ. ജോസഫേട്ട, നിങ്ങൾ ഏതായാലും അതിൻ്റെ അകത്ത് നിന്ന് പൈസ എടുക്കുന്നുണ്ട്. ഒരു കമ്പീൻ്റെ മുകളിൽ ലേശം പശ തേച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 100 500 നോട്ട് ഇഷ്ടം പോലെ കിട്ടും. ഒരു ചായ. ജോസഫേട്ട, നിങ്ങൾ പറയുന്നാട് കേക്കി. ഒരു കമ്പീൻ്റെ മുകളിൽ ലേശം പശ തേച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു ചായ. വെറുതെ അല്ലെങ്കിൽ ഭ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവില്ല. ഒരു ചായ. എപ്പോഴാ നീ വരുന്നില്ലേ? താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്. അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞൊരു മിസ് കോൾ വരും. ഇപ്പൊ വെച്ചിട്ട് പോടാ. വാപ്പച്ചിയുടെ ഫ്രണ്ട് വിളിച്ച. ആ മോനെ, നീ ഷൂസ് ഇട്ടാ? നീ ഇതൊക്കെ ഇടട്ടാ, സിബൊക്കെ ഇട്ടോട്ടാ. പൈസ നിങ്ങള് നോക്കണേ. അത് ഞാൻ എടുത്ത് മാറ്റി. പോയി അത് ഉറങ്ങുവാ. പിന്നെ ചമ്മിപ്പോയി. അല്ല ഇത് എന്തി കാണണേ? നിങ്ങൾ ഈ പിള്ളേരെ ഒരുക്കിക്കൊണ്ട് എങ്ങോടാ? ഇപ്പൊ അങ്ങനെയാ? ഇന്നലെ വരെ പറഞ്ഞ മാറ്റിയാ? അൽഹംദുലില്ലാ. എനിക്ക് ഉത്തരവാദിത്വ ബോധമില്ലാന്നായിരുന്നല്ലോ നിങ്ങളുടെ പരാതി. കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായിട്ടും. എവിടെ മോനെന്ത്? അക്കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തം കൂടുതലാ. ഉദ്ദേശിച്ചതേയാ. അത് മാത്രമല്ല, തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം കൂടിയാണിത്. അത് ഒരിക്കലും എനിക്ക് തെളിയിക്കാനാവില്ല എന്നുള്ളതിന്റെ തെളിവായത്. ഇതെന്തുട്ടി സാധനം പറഞ്ഞത്? ഇന്ന് മുടക്ക് ദിവസം മനുഷ്യ. അത് ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച അല്ലേ? കുട്ടികളുടെ പഠനത്തിലൊക്കെ നീ ഒന്ന് അതെ, ശ്രദ്ധിക്കണേ. ഇന്ന് തിങ്കളാഴ്ചയാണ്. പക്ഷെ ഇന്ന് ഗാന്ധി ജയന്തിയും കൂടിയാണ്. എനിക്ക് കലണ്ടർ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു, വാപ്പച്ചി കേക്കണ്ടേ? നിങ്ങൾ കാര്യം പറഞ്ഞില്ലല്ലോ. ആ, ഇനി അതുങ്ങളുടെ മിക്കട്ട് കയറ്. നിങ്ങളെ യൂണിഫോം വെച്ചിട്ട് പോയി കളിക്കൂ പിള്ളേരെ. വാടി. എന്നെ കൂട്ടോ? ഞാൻ നിങ്ങളോടല്ലേ ചോദിച്ചത്. യോഗം അവസാനിക്കുമ്പോ തീമഴ പെയ്യുമെന്നാക്കി താല്പര്യം. അൽഹംദുലില്ലാ. എങ്ങനെയാ? ഈ മഴയ്ക്ക് മുമ്പ് പോവോ? ബാപ്പുജി, ഒരു മിനിറ്റ്. നീ എന്തുകൊണ്ടാ എപ്പോഴും എന്റെ പിന്നാലെ എങ്ങനെ നടക്കണേ? നിന്നോട് മാപ്രാണ സ്കൂളിലേക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞേ. ഹൈ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പോലും ഞാൻ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഡ്രൈഡേക്കും ആഗസ്റ്റ് 15 ഗാന്ധി ജയന്തിക്കും ഒക്കെ ഒരു ലക്ഷം പട്ടാളക്കാരനാ എന്റെ പിന്നാലെ വെറും തല്ലിപ്പൊടിയാ നീ ഇങ്ങനെ നടന്ന നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ ഞാൻ കോട്ട വെക്കാന്ന്? അതിപ്പോ പുതിയ സംഭവം ഒന്നല്ലോ, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ സാധനം ചോദിക്കണ വെറുതെ ഒന്നല്ലോ, കാശ് എണ്ണി തന്നിട്ടല്ലേ. കാശല്ല ജോർജ കാര്യം. ഇത് കഴിച്ച് അതിന്റെ ലഹരി നിന്റെ തലക്ക് പിടിച്ച് നിന്റെ മുഖത്ത് വീഴുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോ എനിക്കൊരു ലഹരിയാ. ഇതിൽ 10 രൂപ കുറവുണ്ടല്ലോ. ഇത് വൈകുന്നേരം അടിക്കുമ്പോ ഒരു ടച്ചിങ്സ് വേണ്ടേ, അതിനു വേണ്ടി മാറ്റി. ജോർജ്, നിന്റെ സന്തോഷത്തിന്റെ ലഹരി കളയില്ലാട്ടാ. ചേട്ടന്റെ വൈഫിന് സുഖം തന്നെയല്ലേ?
നമ്മുടെ ട്യൂഷൻ ടീച്ചറായിരുന്നു. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മള് പിള്ളേരിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഇപ്പൊ ട്യൂഷനൊക്കെ ഉണ്ടാ? എവിടെ അവിടെ റിട്ടയർ ആയില്ലേ, ഇപ്പൊ പിള്ളേരൊന്നും വരാറില്ല. തള്ളച്ചേ കഴിഞ്ഞ പിന്നെ പിള്ളേർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തുട്ട് അല്ല, തല്ലി തലതെറിച്ചിറക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ലെന്ന്. എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ നെറ്റിൽ കിട്ടല്ലേ. നമ്മുടെ കാലത്ത് എന്തൊരു അധ്വാനായിരുന്നു. ജോർജ് വല്ല അർത്ഥം വെച്ച് സംസാരിക്കാണ്. ഏയ് ഇനി തടിച്ചിട്ട് എന്തുട്ട പരിപാടി? സേവനവാരല്ലേ, ഒരു ശ്രമദാനുണ്ട് നാടിന് വേണ്ടി. ഐശ്വര്യയുടെ പ്രസിഡന്റ് തന്നെ വെച്ചോളൂ. എന്നിട്ട് നാണിക്കണ കുനിഞ്ഞിരിക്കണല്ലോ. എന്തൊട്ട് ഇഷ്ടം ഇങ്ങോട്ട് മാറി. അങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങി അല്ലേ ജോർജ്? കലക്കല്ലേ. അപ്പോഴേ അടുത്ത മരുന്ന് നിങ്ങൾ തൊടുക്കും. ഞാൻ ഇവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കട്ടെ. ഓക്കെ, ആളൊറ്റയ്ക്ക് പഠിക്കാനുള്ള പരിപാടി കേട്ടാ. പണിയെടുക്കൂല, ചീപ്പായിട്ടാ. ബ്ലൈൻഡ് ലുക്ക് വെക്കണ്ട. ജോർജ് നീ പച്ച പൊരിക്കൂട്ടാ. ഒരിക്കട്ടാ നല്ല ഉഗ്രം ബ്ലൈൻഡ് ലുക്കല്ല. എന്നാ എന്റെ അപ്പനോട് തൊട്ടാ. നിന്റെ അപ്പന് വേണം. ഈ മരങ്ങൾ ഇവിടെ വളർന്ന് പന്തലിച്ച് തണലേക്കുക എന്നുള്ളവർക്ക് മാത്രല്ല, ഇവിടെ വരാൻ പോണ തലമുറയ്ക്കും കൂടിയിട്ട്. എന്റെ മകൻ എന്നും ഈ ചേട്ടില് തന്നെ. നീ എന്തുട്ടാ കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറച്ചു വെച്ച് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല അല്ലേ. ആ മത്തായിയുടെ പറമ്പ്, അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട് അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ, ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ്, അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സ്. അതിന് നീ ഇടയ്ക്കേറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷ് ആണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടനില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചുട്ടോ അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പഴത് ശ്രദ്ധിച്ചാ? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ആടാ, ഈ പ്രഭ വല്ലണ്ടോ ഓവർ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, പ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്. നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികൾ. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്ന് ഞെളിഞ്ഞ് വാട്സപ്പ്, ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ പല്ലൊക്കെ ഉണ്ടോ നോക്കണല്ല, ഇറങ്ങിയിരിക്കത്തണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെ ആയിട്ടാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ, എൻട്രി കലക്കി.
തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയുള്ള എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയുള്ള ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്നിട്ട് കളി കളിക്കണം. നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ ബിന്ദു നോക്കണോട്ടാ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? സ്കൂട്ടർ ഇവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ് അതല്ല പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ് ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സിൽ. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കൊണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. ഇറങ്ങൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങനെ നല്ല മനുഷ്യനല്ലോ. രണ്ടര അടിച്ചു കൊടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാൻ ഒട്ടകം ടാക്സിയും പിടിച്ച് കാശ് കളയണ്ടല്ലോ, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. കേറിക്കേ, വണ്ടി കേറിക്കേ. ഡോറടിച്ചേ. എടുത്തോ ജോർജേട്ടാ, ഞാൻ പറയണൊന്ന്. ബിന്ദു ഒരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ. കൊലച്ചതിയായി പോയി വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ചെലവുണ്ടാ. എന്തുട്ടടാ? എപ്പോഴാ? ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളു തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ. വാടാ ജോർജേട്ടാ. ചോർച്ചണ്ടെങ്കിൽ അടച്ചോ. സൈമൻ സാധനം നീ ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി. നേരത്തെ വിളിച്ചു? നേരത്തെ വിളിച്ചിണ്ടാവും. കേട്ടത് ഇപ്പോഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. ഈ പൊട്ടനാണ് ജനങ്ങളുടെ പരാതി കേട്ട് ഇത്രയും നാള്. കേക്കല് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തിയിരുന്നില്ലല്ലോ. സൈമ മരണ വീടാണ്. മരണ ജാടിയാണല്ലോ ഉമ്മാർക്കൊക്കെ. മോനെ സൈമ, എല്ലാം ഓക്കെയല്ലേ? ചേച്ചി വന്നു കഴിഞ്ഞാൽ എടുക്കാം. എടുക്കരുത്. മരിച്ചതേ നിന്റെ അപ്പനല്ല. അതെ, ഇതെന്നെ അപ്പനെയാ. എടാ, മരിച്ചത് നിന്റെ മാത്രം അപ്പനല്ലാന്ന്. ഈശോയെ, അപ്പന് വേറെ ചുറ്റിക്കളി ഉണ്ടായിരുന്ന? എനിക്ക് അപ്പനെ പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്റെ അപ്പൻ ഈ നാടിന്റെ MLA അല്ലായിരുന്നോ? ഇനിയും കിടക്കുന്നു 3 വർഷം. അപ്പൊ ബൈ ഇലക്ഷൻ വരും. നീ നിക്കണു. ഞാനോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. രാഷ്ട്രീയത്തിലൊരു ചുക്കറിയണ്ട. എന്നെ കണ്ടില്ലേ? നീ അധികം ഒന്നും ആലോചിക്കണ്ട. ബോഡി നമ്മൾ ഫുൾ സെറ്റപ്പിൽ വിത്ത് പോലീസ് അകമ്പടിയോടെ ഐശ്വര്യമായിട്ട് പൊതുദർശനത്തിൽ വയ്ക്കുന്നു. എന്തേ? ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ
നീ എന്ത് കാണിക്കണേ? പോയേ പോയേ. നീ ഒന്ന് മാതാവിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുമ്പോൾ നിൽക്കുന്നത് മാതാവാക്കിയല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ പൊരിച്ചണ്ടിട്ടാ. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണ്ട? ഹിന്ദുസ്ഥാനിയല്ലേ പാകിസ്ഥാനി? നീ ഇങ്ങോട്ട് വന്നേ. ഉഷാറാക്കിയോളട്ടാ. പാടി പാടി നമ്മുടെ റെമിറ്റവനെ മാലത്തി അടിച്ചോളൂട്ടോ. പിന്നെ ഗുസ്തിയല്ലേ മലത്തിരിക്കും. എടാ നമ്മളാദ്യമായിട്ട് എന്റെ മേളിൽ വന്ന എപ്പോഴാന്നോ ട്യൂഷൻ ടീച്ചർ സീൻ അടിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലടാ നമുക്ക് എപ്പോഴും ഈ വാട്ടട്ടങ്ങി പറമ്പുണ്ടാവുള്ളൂ. പറമ്പ് കാരണം നമ്മൾ വലിയ നിലയിലെത്തുന്നൂടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എത്തൂടാ. എത്തും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ പറമ്പിലേ ഒരു 10 രൂപ സെന്റ് അടുത്ത് കൃഷി കൊണ്ട് പഠിച്ചാലോ? ജൈവ പച്ചക്കറിക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാ. പരിപാടി കൊള്ളാം. ആര് കളിക്കും? അപ്പൊ അത് ക്യാൻസൽ ചെയ്യാല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-4 പീഡിയ മുറി പണിതിട്ട് വാടകയ്ക്ക് കൊടുത്താലോ? ഉഗ്രം പരിപാടിയാ. മലയാളി സ്ഥിരം പരിപാടിയാ. മേശ കാശ മേടിച്ചാൽ മതി. അതാണ് ഒരു പീഡിയ മുറി നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു ബിസിനസ് ചെയ്യണം. ഭയങ്കര മേലനങ്ങാത്ത കനമില്ലാത്തൊരു ബിസിനസ്. പഞ്ഞിക്കട തുടങ്ങാം. പഞ്ഞി എന്ന് പറയുമ്പോ വല്ലാണ്ട് കാരണം കുറച്ചും കൂടി ഇംപ്രസീവ് ആയിട്ട് കേൾക്കുമ്പോ ഉഗ്രം ബിസിനസ് അത്. അതാവുമ്പോ ചീത്തയാവൂല്ലോ, ആരും എടുത്തൊന്നും പോവില്ല. ഉഗ്രം പരിപാടി. എടാ എടാ കസ്റ്റമേഴ്സ് വരുന്നൊരു ബിസിനസ് ഉണ്ടല്ലോ. കസ്റ്റമേഴ്സ് വരണം. അതിന്റെ ആവശ്യമുണ്ടോ? ഫസ്റ്റ് കസ്റ്റമർ വന്നല്ലോ. ജോർജിന്റെ അമ്മച്ചിയല്ലേ അത്? അമ്മച്ചിയാ? വീട്ടിലെ തൈരും ഒരു സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്നെ വിളിക്കൂട്ടോ. അതെ, ഒരാവശ്യമില്ലാണ്ട് നിന്നെ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ 3 പേരാ ഞങ്ങള്. ജോർജ്, അമ്മച്ചി വെറുതെ സെന്റ് റോൾ അടിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കണ്ടട്ടാ. ഞാൻ വരില്ല. യു നോ സംതിങ് അമ്മച്ചി. എപ്പോ വേണേലും കേറി ചെല്ലാനും ഇറങ്ങി പോവാനും പറ്റുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ വീട്. കേറി വാട മക്കളെ എന്ന് പറഞ്ഞ ആളായിരിക്കണം നമ്മുടെ അപ്പൻ. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഓർപ്പിച്ച് പറയണു, ഇത് തന്നെയാണ് എന്റെ വീട്. കശനണ്ടി പോലെ വളഞ്ഞടന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ല, അത് തന്നെയാണ് എന്റെ അപ്പൻ. ജോർജേ. എന്തൊട്ട് ജോർജേ? ഇവിടെ എനിക്ക് എന്ത് കുറവാണ് അമ്മച്ചി? ആ ശരിയാണ്. വീട്ടിലാവുമ്പോ കട്ടിലുണ്ട്, കിടക്കുണ്ട്, കമ്പിളിപ്പോപ്പുണ്ട്, കുക്കു കുളിക്കാൻ വെള്ളമുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, സോപ്പുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അമ്മച്ചി. ഇറങ്ങി പോരുകയും ചെയ്ത്. അല്ല അല്ല അമ്മച്ചി, ഇനി തിരിച്ച് വീട്ടിൽ കയറാൻ വല്ല ഐഡിയ ഉണ്ട് അമ്മച്ചി? അത് പറയാനാ ഞാൻ വന്നത്. ഹൈ, ഐഡിയ കേട്ട് വന്നിരിക്കണ കൊച്ചു മേഴ്സിക്കുട്ടി. നീ ഒരു കൂടെ നിൽക്കണം കേട്ടോ. അപ്പനെ നൈസായിട്ട് പണി കൊടുത്തിട്ടാണ് അകത്ത് കയറാൻ. എന്തുട്ട് ഐഡിയ എന്ന് പറയാൻ വെച്ചി? നീ ഒരു കാരണവശാലും ഇനി വീട്ടിലേക്ക് കയറണ്ട. പ്ലിങ്ങായോ? വല്ലാണ്ട്. നല്ല മക്കൾ ഉണ്ടാവുകയല്ല ചെയ്യണത്, അങ്ങനെ വളർത്തിയെടുക്കണത്. എനിക്കതിന് സാധിച്ചില്ല. നീ ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് പറയണത് നിനക്കുള്ള ശിക്ഷയല്ല, എനിക്കുള്ളത്. അത് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. വാട. അമ്മച്ചൊന്ന് റീതിങ്ക് ചെയ്യോ? എന്തുട്ടടാ അവിടെ പറമ്പില്?
നിങ്ങളൊക്കെ ആരാ എന്തുട്ട് അവിടെ കാണിക്കണേ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പറമ്പളക്കാണ്. പറമ്പളക്കേ? ആരടാ നമ്മുടെ തേങ്ങ ഉണ്ടാക്കാൻ? ഞങ്ങളോട് എന്തുകൊണ്ടാ ചൂടാണ്? കാർമ ചാരിക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞിട്ടാ. നീ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഏർപ്പാട്? അതേലോ. നീ ആരടാ? നീ എന്തുട്ടടാ വിചാരിച്ചേ? നിന്റെ അപ്പന്റെ പറമ്പാനടാ ഇവിടെ ഉണ്ടാക്കാൻ? എന്തിട്ട കൂട്ടുകാരന്റെ പേര്? ജോർജ്. സോറി. വടക്കൻ ജോർജേ. ഞാൻ പീറ്റർ മത്തായി എന്ന് വെച്ചാ ഇതാ പ്രതിമയായിട്ട് നിൽക്കണ മത്തായിയുടെ മോൻ. അപ്പൊ ഈ പറമ്പ് എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അളക്കണോ കിളക്കണോ അതോ ബോംബ് വെച്ച് തകർക്കണോ തുണിയില്ലാണ്ട് ഇവിടെ കിടന്ന് ഓടണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ഇന്ദുട്ട കാഴ്ച ഉണ്ടെങ്കിണേ അടിക്കട കുത്തി. ഞാൻ പറഞ്ഞൊന്ന് കേക്കണ. അതെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബഹളം ഉണ്ടാക്കാനല്ല, ഓരോരുത്തരായിട്ട് കാര്യങ്ങൾ പറയാം, സമാധാനമായിട്ട് പറയാം. അച്ഛോ, ഇയാള് മത്തയുടെ മോനാണെന്നുള്ളതിന് എന്തുട്ട് തെളിവ്? ഇനി മോനാണെങ്കിൽ തന്നെ ഇയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു? എല്ലാ തെളിവുകളും രേഖകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. നീ വലിയ വർത്താനം പറഞ്ഞാട്ടാ. എന്തുട്ട് തേങ്ങ പറയണേ? കുറച്ച് പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ച തെളിവാവോ? ഒന്നടങ്ങടാ പീറ്ററെ. ഈ മത്തായി പറമ്പ് ഇത് നിന്റെ അപ്പം മത്തായി ഈ നാടിനും നാട്ടാർക്കും വേണ്ടി എഴുതി കൊടുത്ത പറമ്പാണ്. അന്നത്തെ പള്ളി കമ്മിറ്റിയെ ട്രസ്റ്റിയാക്കി നിന്റെ അപ്പൻ ഇഷ്ടദാനം എഴുതി കൊടുത്ത ആധാരം അസല് ദാ ഇവിടെ ഇരിക്കണ്ട്. ഈ ആധാരം അച്ഛനും മറ്റുള്ളവരും വായിച്ചു നോക്കിണ്ടാവുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് മേൽനോട്ടം മാത്രമാണെന്ന്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്റെ അപ്പന്റെ അമ്മയുടെയും കാലശേഷം ഈ പറമ്പിന്റെ അവകാശം മകനായി എനിക്ക് തന്നെയാണെന്നല്ലേ. താൻ എന്തുട്ടോ ഒലക്കട മൂടാടോ പറഞ്ഞേ? ഇഷ്ടദാനം കൊടുത്ത മുതൽ എങ്ങനെ തന്റെ പേരിലാവണേ? എന്റെ പേരിലാണ്. പീറ്ററെ, നിന്റെ അപ്പൻ ഈ പറമ്പ് ഇഷ്ടദാനം എഴുതിയത് ഇവിടുത്തെ പൊതുകാര്യങ്ങൾക്കും പിന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്പോർട്സിലും മറ്റും ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുമാണ്. അച്ഛോ, അതൊക്കെ ശരി തന്നെ. ഞാൻ സ്പോർട്സിനും ഗെയിംസിനെതിരായിട്ടുള്ള ആളല്ല. പക്ഷെ അതാണോ അവിടെ നടക്കുന്നത്? ആ കവലയിലുള്ള കുറെ കടകളിലെ ചപ്പൻ ചവറും അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. സ്കൂളിൽ പോകാത്ത കുറെ കുട്ടികൾ അവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നു, കളിക്കുന്നു. അത് മാത്രമല്ല കോളനിയിലുള്ള കംപ്ലീറ്റ് തുണികൾ അലക്കി ഉണക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നിടുന്നു. പിന്നെ ഒരു പണിയില്ലാത്ത കുറെ ചെറുപ്പക്കാര് എല്ലാ ദിവസവും രാത്രി വെള്ളടിക്കാനും അത് കഴിഞ്ഞ് ഛർദ്ദിക്കാനും വീടുകളിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവിടെ വന്നിരുന്ന് തൂറാനും ഒക്കെ ആയിട്ടാണ് ആ പറമ്പ് ഉപയോഗിക്കുന്നത്. അയാൾ കോമൺ ആയിട്ട് പറഞ്ഞ നിന്റെ അപ്പം നമുക്കിട്ട് കണക്ട് ചെയ്യണുണ്ടോ? അത് മാത്രമല്ല അച്ഛാ, ഇവരെല്ലാം അവിടെ വന്നിട്ട് അതേ കേടി നമ്മുടെ ശക്തൻ തമ്പുരാന്റെ മക്കളോ കൊച്ചുമക്കളോ കസിൻസാ വന്നിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഇവിടെ കുതിരേനെ കെട്ടിയിരുന്നാണ്. ഇപ്പൊ ആരുടെ ഇവിടെ ബസ് സ്റ്റാൻഡ് വെച്ച് കളിക്കണേ? ഞങ്ങക്ക് ഞങ്ങളുടെ സ്ഥലം തിരിച്ചാ വേണം എന്ന് പറഞ്ഞാ നമ്മൾ തൃശ്ശൂര് സമ്മതിക്കൂ? തമാശക്ക് നന്നായിട്ടുണ്ട് അച്ചോ. സ്പോർട്സ് പരമായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും ആ പറമ്പിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചിട്ട് നിലവിലുള്ള കരാർ റദ്ദാക്കലിന് അധികാരം അതിന്റെ ഒരേ ഒരു അവകാശം നിലയ്ക്ക് എനിക്കുണ്ട്. അത് നിയമപരമായിട്ടോ അല്ലാതെ പിടിച്ചെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ അല്ലാണ്ട് നീ പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ പറമ്പിലാ ചെയ്യും. ഞാൻ തൊട്ട് കാണിക്കണെന്നൊന്ന് കാണണല്ലോ. ഞാൻ എന്നിട്ട് കാണിക്കണെന്ന് ഒരു വേലയും പണിയിലാണ്ട് നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. നീ ഒന്ന് പോയടാ. വേലയും പണിയും കൂലിയിലെ നമ്മള് തരാടാ എനിക്കൊരു പണി. ഞങ്ങളുടെ സൗകര്യത്തിന് ആ പറമ്പിലിട്ട് തുപ്പും. ചോറിട്ടങ്ങളെ ഞങ്ങളുടെ സൗകര്യത്തിന് തൂറും. ഇങ്ങനെ ഇരുന്ന് ചിലപ്പോ വാള് വെക്കും. നിനക്ക് സൗകര്യമായിട്ട് എന്തൊട്ട് ചെയ്യാൻ പറ്റുന്ന കാണിക്കടാ. നിങ്ങൾ ആരും എന്തൊട്ട് തേങ്ങ വെക്കിരിക്കണേ? എനിക്ക് കുടുംബത്തിൽ പോന്ന് നീ വാടാ.